ഹായ് നമസ്കാരം, എല്ലാവർക്കും മിലി ആൻഡ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പയ്യാവൂരാണ്. പയ്യാവൂർ ശിവക്ഷേത്രത്തിലാണുള്ളത്. ഇവിടെ ഈ വരുന്ന 11-ാം തീയതി മുതൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രശസ്തമായ പയ്യാവൂർ ഊട്ടുത്സവം തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കൊരു സ്റ്റാൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ 2-3 ദിവസം മുമ്പേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്ഥലം അന്വേഷിച്ചിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് ഇന്ന് ഓക്കെ ആയിട്ടുണ്ട്. നല്ലൊരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എവിടെയാണ് സ്ഥലം കിട്ടിയെന്നൊക്കെ കാണിച്ചു തരാം. കഴിഞ്ഞ വർഷവും നമ്മളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ സ്ഥലം ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഉത്സവ ചന്ത നടക്കുന്ന സ്ഥലം. ഇതാണ്. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാവരും ബുക്കാക്കിയിട്ടുണ്ട്. കാരണം ലേലം കഴിയുന്നത് തന്നെ സ്ഥലം ഏകദേശം ബുക്കാക്കി വെക്കും എല്ലാവരും. ഇതിൽ എല്ലാം മാർക്കിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നടക്കേണ്ട വഴി, അതുപോലെ സ്റ്റാൾ കെട്ടേണ്ട സ്ഥലമൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ സ്ഥലവും ഓരോരുത്തരും ബുക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനിടയിൽ കുറച്ച് സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത്. നമ്മുടെ മിലിയുടെ എല്ലാ പ്രൊഡക്റ്റുകളും കിട്ടുന്ന ഹാൻഡ് മെയ്ഡ് സോപ്പുകളുണ്ടാവും, ഷാമ്പൂ ഉണ്ടാവും, ലിപ് ബാം ഉണ്ടാവും. അത്തരം സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു കുഞ്ഞു സ്റ്റാളായിരിക്കും ഇത്. ഇവിടെ നമുക്കിനി പന്തൽ കെട്ടണം. അപ്പോൾ നമ്മളല്ല കെട്ടുന്നത്, നമ്മൾ പന്തൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അഡ്വാൻസൊക്കെ കൊടുത്ത് അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ നാളെ ആകുമ്പോഴേക്കും ഇതൊക്കെ പന്തലൊക്കെ കെട്ടി സെറ്റാക്കിക്കോളും. നമ്മൾ നാളെയും വരുന്നുണ്ട്. നാളെയാണ് ഇവിടെ കലവറ നിറക്കൽ ചടങ്ങ് നടക്കുന്നത്. അപ്പം അടുത്ത ദിവസം മുതൽ 12-ാം തീയതി മുതലാണ് ശരിയായിട്ടുള്ള ഉത്സവം ആരംഭിക്കുന്നത്. പിന്നെ ഈ കാണുന്ന വഴിയാണ് മെയിനായിട്ടുള്ള നമ്മുടെ സ്റ്റേജിലേക്കുള്ള വഴി വരുന്നത്. അപ്പോൾ പരിപാടി കാണാൻ പോകുന്നവർക്കും വരുന്നവർക്കൊക്കെ നമ്മൾ സ്റ്റാളിലേക്ക് കയറാൻ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ഈ മൈതാനത്തിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഭക്ഷണശാല വരുന്നത്. പിന്നെ ഇതിൻ്റെ മുമ്പിലൊക്കെ തന്നെ ഒത്തിരി വലിയ വലിയ സ്റ്റാളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചന്തയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് വാങ്ങിയിട്ട് പോവാം. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു ചെറിയൊരു സ്റ്റാള്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ലാസ്റ്റ് ടൈം എല്ലാം ചന്തയെല്ലാം കെട്ടി ഏകദേശം എല്ലാം പൂർത്തിയായ സമയത്ത് നമ്മളിവിടെ സ്ഥലം അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ഒഴിഞ്ഞു പോയ നമ്മുടെ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെ ആൽമരത്തിൻ്റെ ചോട്ടിലായിട്ട് നമുക്കൊരു കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ലൊരു കച്ചവടവും കിട്ടി. കാരണം ഒത്തിരി ആൾക്കാർ നമ്മളോട് സഹകരിച്ചു. കാരണം ഒന്നാമത് കുടുംബശ്രീ പ്രോഡക്റ്റാണ്, മാത്രമല്ല ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റാണ്. ആയുർവേദ സാധനങ്ങൾ ചേർത്ത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണം വേറെ ഒന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒത്തിരി പുതിയ കസ്റ്റമേഴ്സിനെ എനിക്ക് ഈ ഒരു പയ്യാവൂർ ഉത്സവത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും സ്ഥിരമായിട്ട് ആ സമയത്ത് കിട്ടിയ കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് നമ്മളെ സോപ്പ് വാങ്ങുന്നവരുണ്ട്. പരമാവധി ഇവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന അവർക്കെല്ലാം ഞാൻ പരമാവധി പയ്യാവൂർ എത്തിച്ചു കൊടുക്കാറുണ്ട്. അല്ലാത്ത പയ്യാവൂർ വിട്ടിട്ട് നമുക്ക് ഈ ഭാഗത്ത് ശ്രീകണ്ഠാപുരം, ചെറുപുഴ, അങ്ങ് കാസർഗോഡ്, അതുപോലെ കർണാടക ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നൊരു ഉത്സവമാണ്. അപ്പോൾ അങ്ങ് ദൂരോട്ടുള്ള കസ്റ്റമേഴ്സിനെല്ലാം ഞാൻ മെയിനായിട്ട് പോസ്റ്റൽ വഴിയാണ് അയച്ചു കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ ഒത്തിരി പുതിയ കസ്റ്റമേഴ്സിനെ തന്നൊരു സ്ഥലവും കൂടിയാണ് പയ്യാവൂർ. അപ്പോൾ കഴിഞ്ഞ തവണ വാങ്ങിച്ച ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. അവർക്കൊക്കെ നമ്മുടെ മിലിയുടെ സ്റ്റാളിൽ വരാം, അവർക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ വാങ്ങാം. പിന്നെ കഴിഞ്ഞ തവണ എന്ന് പറയുമ്പം ഒരു വലിയൊരു ആൽമരത്തിൻ്റെ ചോട്ടിലായിരുന്നു നമ്മുടെ സ്റ്റാൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ഷീണവും ചൂടും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഉത്സവത്തിൻ്റെ മെയിൻ ചന്തയായതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലമാണ്. പക്ഷേ എന്തോ ഭാഗ്യവശാൽ നമുക്കിവിടെ ചെറിയൊരു പുളിമരം ഉണ്ട്. ചെറിയതല്ല, അത്യാവശ്യം വലിയ മരം തന്നെ. ഈ പുളിമരത്തിൻ്റെ തണലുള്ളതുകൊണ്ട് നമ്മുടെ സ്റ്റാളിൽ ചെറിയൊരു തണലുണ്ട്. നല്ല ഹൈറ്റിലൊക്കെ കിട്ടുന്നതുകൊണ്ട് വലുതായിട്ട് ചൂട് അറിയില്ലെന്നാണ് പന്തലിലെ ചേട്ടൻ പറഞ്ഞത്. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവമാണ് പയ്യാവൂർ ഊട്ടുത്സവം. കുടക് നിവാസികളും കർണാടക ജില്ലയിലെ കുടക് നിവാസികളും അതുപോലെ തന്നെ നമ്മൾ മലയാളികളും ഒത്തൊരുമിക്കുന്ന അല്ലെങ്കിൽ ഒരു അന്തർ സംസ്ഥാന സൗഹൃദത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ ഒരു ഊട്ടുത്സവം എന്ന് പറയുന്നത്. വേട്ടക്കാരൻ്റെ വേഷത്തിലെത്തിയ ശിവൻ അർജുനനെ പരീക്ഷിക്കുകയും ഒടുവിൽ പ്രസന്നനായി ദിവ്യാസ്ത്രമായ പാശുപതാസ്ത്രം നൽകുകയും ചെയ്ത സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പണ്ട് കുടകിൽ കടുത്ത വരൾച്ചയും പട്ടിണിയും ഉണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങൾ പയ്യാവൂരപ്പനെ ശരണം പ്രാപിച്ചു. അവരുടെ കഷ്ടപ്പാടുകൾ മാറിയതിൻ്റെ നന്ദി സൂചകമായാണ് കുടക് നിവാസികൾ എല്ലാ വർഷവും ഉത്സവത്തിന് എഴുന്നള്ളുന്നത്. ഈ സ്നേഹബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വർഷാവർഷം കുടകർ ഇവിടെ എത്തി ഊട്ട് സമർപ്പിക്കുന്നത് എന്നാണ് ഐതിഹ്യം. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉത്സവത്തിന് ഞാനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉത്സവത്തിന് കാണാം. ബൈ ബൈ.